ഒരു ഫിഷ് മോളിയാ ചെയ്യാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഗ്രാമ്പു, പട്ട, ഇതാ ഒരു 2 സവാള, കുരുമുളക് ഇത് ചതച്ചതാ, വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂണോളം ഇടാം, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എരിവ് കണക്കാക്കി എടുക്കാം, കൊടംപുളിയാ വെള്ളത്തിലിട്ടേക്കുക, ഒരു 1/2 അടപ്പ് വിനീഗർ ഉപയോഗിക്കാം, കുറച്ച് തക്കാളി എടുക്കാം. ഇതൊരു 2 തക്കാളി ഉണ്ട്, ഒരു 1 പാല, ഇത് 2 പാല്. ഞാനിവിടെ മേടിച്ചേക്കുന്ന മീൻ എന്നാന്ന് വെച്ചാല് ആഗോലിയാണേ. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീനൊന്ന് അരച്ചു പുരട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഫസ്റ്റ് ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 ഗ്രാമ്പു, ഒരു പട്ട. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഈ സവാള ഇടുക. ഇതിനകത്തോട്ട് ഞാനൊരു 2 കറിവേപ്പില ഇടുക. ഞാനൊരു ഇച്ചിരി ഉപ്പിടാവേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇടാൻ പോവാ, കുറച്ച് ഇഞ്ചി. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും ഒന്ന് ഇതിന്റെ കൂടെ വാടണം. ഇതിനകത്തോട്ട് ഞാനൊരു കുറച്ച് ടൊമാറ്റോ, ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാൻ പോവാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ 2 പാല് ചേർക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചോട്ടെ. ഇതുണ്ട് വിനാഗിരിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അടപ്പിന് ഒരു 1/4 അടപ്പ്. നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാല് ഇച്ചിരി കുരുമുളക് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതിന്റെ ഒരു 1/2 നമ്മുടെ അരപ്പ് തിളച്ചു. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മീന് ഇടാനായിട്ട് പോവാ. ഇപ്പൊ നമ്മള് മീൻ ഇതിനകത്തിട്ടു. ഈ പറഞ്ഞ പോലെ മീനൊന്ന് വേവണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് തലപ്പാല്, ബാക്കി വന്നില്ലേ ടൊമാറ്റോ, ഇതിന്റെ മേളിൽ ഇങ്ങനെ വെക്കാൻ പോവാ. ഒരു ഇച്ചിരി കുരുമുളകും കൂടെ. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്താൽ മതി. അത് ആ സമയം ഞാൻ ഇച്ചിരി നേരം അടച്ചിരിക്കട്ടെ. എന്നാന്ന് വെച്ചാൽ അതിന്റെ മണവും ഇതൊന്നും പോവാൻ പാടില്ല. ഷാജി കൈലാസ് എത്ര ഭാഗ്യവാനാണ്. നന്നായിരിക്കുന്നു കേട്ടോ, നല്ല ഫുഡ്.